2026 മാർച്ച് മാസം 2-ാം തീയതി തിങ്കളാഴ്ച 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. വീണ്ടും ഇണയമേയ് 2026 മാർത്തോമ കോളേജിന്റെ ക്യാമ്പസിൽ 3-ാം ദിവസവും ഞാൻ വന്നു. ഇംഗ്ലീഷ് പ്രസംഗ മത്സരം രാവിലെ തൊട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഘോര ഗർജനം, ആംഗലേയ ഭാഷയിലെ ആശയങ്ങളും ഒക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇണയമേയ് 2026 at Marthoma College, Thiruvalla, MG University Youth Festival. But our words still dancing into me. Do words carry the same weight? Do words carry the same meaning and significance? It should have done. There lies the question. If words were that important and it culminates the values that our ancestors actually communication goes wrong. This is evident in what has been happening recently. The world wars and also in the US, Israel and Iran war. So we can see that the perspectives are being distorted. But it is also historically aligned socially, religiously, economically. And we have to highlight that most of the root of the problems around the world, geopolitically, is concerned with the economy. So when do words fail? Is it due to convenience or is it due to something else? So we know that Aristotle has termed that human beings are social animals. So what makes മിമിക്രി മത്സരമാണ്. മിമിക്രി സെമിനാർ. മാർത്തോമ കോളേജിന്റെ ക്യാമ്പസിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ 1994-99 പഠിച്ച 5 വർഷം ഇവിടെ പഠിച്ചതാണ്, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. അന്ന് ഈ ബ്ലോക്കൊന്നും ഇല്ല. ഇതൊക്കെ പുതിയ ബ്ലോക്കാണ്. കൊമേഴ്സ് ബ്ലോക്കും ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അതല്ലേ, കെമിസ്ട്രിയുടെ ലാബും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മാർത്തോമ കോളേജിന്റെ ഇടനാഴികൾ അന്നിവിടെ പഴയ ക്ലാസ്സുകളായിരുന്നു. ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ക്ലാസ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇണയമേയ് മൊമെന്റ്സ് കലോത്സവ വേദിയിൽ ഞങ്ങളുടെ കോളേജിൽ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇണയമേയ് മൊമെന്റ്സ് ഗോയിങ് ഓൺ. കോളേജ് ഓഡിറ്റോറിയം, ലൈറ്റ് മ്യൂസിക്, ലളിത സംഗീതം മത്സരം നടക്കുകയാണ്. മുറ്റത്ത് ആരക ആവടി പോലിലാവിൽ അരങ്ങിൽ വന്നു ആദ്യം വിടരും നിന്നാമ്പൽ പുവിതളിലും ആമോദത്തോടെ ഞാൻ നോക്കിയിരുന്നു. ആദ്യം വിടരും നിന്നാമ്പൽ പുവിടികളിൽ ആമോദത്തോടെ ഞാൻ നോക്കിയിരുന്നു. ആയിരം തിരിയിട്ടോരാട്ടുവിളക്കായി ആവടി പൂനിലാവിൽ അരങ്ങിൽ വന്നു. മോതിര വിരലാലെ മുത്തുകൾ കാട്ടിയെന്ന്
മനസ്സിന്റെ മുറ്റത്ത് മുല്ല നട്ടു മുല്ല നട്ടു. മെയ് 2026 സ്പന്ദനം അറിയുവാൻ ഇതാ ഞങ്ങളുടെ കൃഷ്ണ സെൻ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. എൻ്റെ കൂടെ പല വീഡിയോകളിലും വന്ന് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എങ്ങനെ കാണുന്നു കൃഷ്ണ? നന്നായിട്ടെല്ലാം പ്രോഗ്രാം എല്ലാം നടക്കുന്നുണ്ട്. ഓരോ കോളേജസിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രോഗ്രാം പോകുന്നുണ്ട്. നിങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലേ? മാർത്തോമ കോളേജ് ഈസ് ഹോസ്റ്റിംഗ് മെയ് 2026. അതുകൊണ്ട് നല്ല ഒരു അനുഭവമാണല്ലേ? രാത്രി എല്ലാം ഇവിടെ ഉണ്ടോ അതോ വീട്ടിൽ പോവോ? രാത്രി പോവും. ഇവിടെ കുട്ടികൾ രാത്രിയും പകലും അങ്ങനെ ദിസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. യൂത്ത്സ് ഓഫ് ഇന്ത്യ കേരള ആർ എൻജോയിങ് എവറി മൊമെന്റ്. സോ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ കുറ്റപ്പുഴയിലെ ഫ്രണ്ട്സ് ഓഫ് കുറ്റപ്പുഴയുടെ ജിജു സാർ ഈസ് ഹിയർ. എങ്ങനെയുണ്ട് ജിജു? കോളേജിന്റെ ഒരു സൂപ്പർവൈസർ സ്റ്റാഫാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇണയമേ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ഇവരൊക്കെയാണ് നടത്തുന്നത്. ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് കുറ്റപ്പുഴയുടെ പേരിൽ യുവനോത്സവത്തിനും ഞങ്ങൾ എല്ലാവർക്കും പ്രത്യേക ആശംസകളും സന്തോഷവും. അനേക വർഷങ്ങളായിട്ട് പത്രത്തിന്റെ മനോരമയുടെ ഫോട്ടോഗ്രാഫറാണ്. പണ്ടിവിടെ മാർത്തോമ ട്രോഫിയൊക്കെ നടക്കുമ്പം ഗ്രൗണ്ടിലൊക്കെ പല ആംഗിളുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് ഉണ്ട് ഈ ഫീൽഡില്? 30 വർഷമായി. ഞങ്ങൾ 99-ലൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫോട്ടോസ് ആണ്. എങ്ങനെയാ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എന്തോ മനസ്സിൽ വരുന്നത്? തലമുറയുടെ കലോത്സവം, അതാണ് വ്യത്യാസം. നമ്മൾ നേരിട്ട് കണ്ണി കാണുന്ന കാഴ്ചയല്ലല്ലോ ക്യാമറയിൽ കൂടെ കാണുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. കാലഘട്ടം ഒരുപാട് മാറിയിട്ടില്ല. അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഒരുപാട് കാണാനുണ്ട്. നമ്മള് മറ്റേ ഫിലിമിലും എടുത്ത ആളാണ് ഡിജിറ്റലും എടുക്കുന്നതാണ്. ഫിലിം ആകുമ്പോ നമുക്ക് കണ്ണടച്ചോ നോക്കാനൊക്കെ പരിമിതികൾ ഒരുപാടുണ്ട്. എടുത്തു ഒരു റീല് എത്ര 32 36. എന്നാൽ ഇപ്പോൾ അന്നപ്പം തന്നെ നോക്കാൻ റീടേക്ക് വരും. അതുകൊണ്ട് എറേഴ്സ് കുറയും അല്ലേ? ടെക്നോളജി ഉള്ളത് എപ്പോഴും നല്ലതാണ്. തീർച്ചയായിട്ടും അതിനെക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി അത് ഭയങ്കരമായി മാറി പണ്ടത്തെ കാലഘട്ടത്തേക്കാൾ. എന്നാൽ ഈ AI വന്ന് ഇല്ലാത്ത ഫോട്ടോ എല്ലാം ഉണ്ടാക്കുന്നത് അതിനെ പറ്റി എന്തോ അഭിപ്രായം? അത് എന്നാളൊന്നും അത് പോകത്തില്ല. കാരണം അതിന് ക്രെഡിബിലിറ്റി ഇല്ലല്ലോ. അതുമല്ല, ജനത്തിനങ്ങ് മടുക്കും, അങ്ങ് വെറുപ്പായി പോകും. ഇപ്പൊ തന്നെ യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത രീതിയിലാണ് ഫോട്ടോയും വീഡിയോയും വരുന്നത്. നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ പോലും കൂടുതൽ അതിനെ ഭംഗിയാക്കാനോ വിരൂപമാക്കാൻ ശ്രമിച്ചാലോ പോലും അത് അത്ര നന്നായില്ല. അതേസമയം ഒറിജിനൽ ഇമേജ് കാണുന്ന ഒരു ഭംഗിയോ സത്യസന്ധതയോ എല്ലാം ഉള്ള പടങ്ങൾ കാണത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ആണല്ലോ ഫോട്ടോഗ്രാഫി. നമ്മള് ഉള്ളതിനെ ഭംഗിയാക്കി എടുക്കുക, അല്ലാതെ ഇല്ലാത്ത മാക്സിമം സോഫ്റ്റ്വെയർ ഇല്ലാതെ എത്രയും മികച്ചതായിട്ട് രീതിയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരുക. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിന്റെ പേരിൽ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ. തിങ്കളാഴ്ച വൈകിട്ട് 3 മണി കഴിഞ്ഞപ്പോൾ മാർത്തോമ കോളേജിലെ ക്യാമ്പസിലെ മരങ്ങളുടെ കീഴിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിലെ ഈ കോളേജിന്റെ തന്ത്രപ്രദമായ കാര്യങ്ങളിൽ എല്ലാം തീരുമാനമെടുക്കുന്ന ഇവിടുത്തെ വലിയ പുള്ളികളുടെ കൂടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ബോബി സാറുണ്ട്, മെബിനുണ്ട്, ഷോൺ ഉണ്ട്, അടുത്ത് ഷോണുണ്ട്, സച്ചിൻ ഉണ്ട്. സച്ചിൻ എവിടാ വീട്? ആറന്മുളയിലാണ് വീട്. മെബിൻ എവിടാന്ന് പറഞ്ഞ മല്ലപ്പള്ളി. മെബിൻ മാർത്തോമ യുവനസംഘത്തിന്റെ ഒക്കെ കേന്ദ്ര കമ്മിറ്റി. അങ്ങനെ വലിയ വലിയ പുള്ളികളാണ്. ബോബി സാർ ഇവിടെ സ്ഥിരം നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. എങ്ങനെയുണ്ട്? ഹൗ ഡു യു സീ യുവർ യൂത്ത് ഫെസ്റ്റിവൽ? നിങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവൽ ആണ്. വളരെ വലിയൊരു അനുഭവമാണ് സാറേ. വലിയൊരു അനുഭവമാണ്. രാത്രിയിലെല്ലാം ഇവിടെ ഉണ്ട്. ജസ്റ്റ് കുറച്ച് സമയങ്ങളൊക്കെ വന്ന് സ്പെൻഡ് ചെയ്തു. ബോബി സാർ സ്റ്റേ പ്രത്യേക അനുഭവമാണ്. നമ്മുടെ മീഡിയ കമ്മിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സന്തോഷമാണ്. ഞങ്ങളുടെ കലയുടെ മധുരമാണ്. ആ മാധുര്യം ഇവിടെ ഇരുന്ന് കല മധുരത്തിന്റെയാണ്. As human beings, more than social beings, we are emotional beings as well. And here, sometimes word does not fill the gap that stays in our heart. Also, in our era, we cannot say that human beings are at the prime level of communication through words. This implies a very good example of where the words fail, a situation where words fail. We have to express our emotions. We have to express our happiness, our joy, our sadness, even our anger. And we have to have self-control.
There are some conversations that we have with our acquaintances, some strangers, some of our friends, even some of our family members. There are a lot of words, but there's no emotion. There's a lot of words, but there's no connection, no bond. What is the use of words in such situations? Words fail there. What is the use of a bounty of words when there's no connection? So, it ultimately comes to our heart. If there's no connection, if we don't love that person, what is the point talking to them so much? There's only leeching of time. There's only leeching of the time that we roam from each other. It ultimately comes to our heart. According to Shakespeare, love unexpressed is no love at all. And then, when our words fail, it leads to the end. Cinema helps. There's a film that goes by the name Barfi, starring Ranveer Kapoor. Today, I'm here to present my views on the topic, when words fail. Yes, ladies and gentlemen, we are living in a world where words prove to be not enough to express the voice of the voiceless. We are living in a nation which ensures freedom of expression, freedom of mobilization, and freedom of speech. But it is pathetic to say that even in the midst of this 21st century, we are struggling to use our words to express reality. We are often behind framed emotions and the realities that are AI-driven and framed by social media. As we all know, Article 21 and Article 19, they don't have the freedom to use their voice. Yes, ladies and gentlemen, we should try to be the voice of the voiceless. We should try to raise our voice against oppression, inequality, social political injustice, and caste and class-based marginalization. So let's join our hands for a better, brighter India where every individual would be able to raise their voice against oppression, inequality, and all other social taboos, irrespective of their caste, class, gender, creed, socio-political background, and linguistic variations. Thank you. Yes, there are other things that help us move, and we got to see this when words fail. We open our eyes, we see the things that are around us that help us. Thank you. An important duty as a human to be empathetic to each other, to raise our voice, to raise our concerns. As humans, it is our duty to love one another, to help one another, and to make the world a better place. We have seen many instances in which words fail to communicate effectively, and it can lead to huge problems and huge instances. For example, in education, in the field of education, in the field of healthcare, in the field of art and culture, we see that many people fail to communicate what they have in their mind, and this can lead to devastating circumstances. And I see that most of the people fail to communicate what they want. So words actually play a very important role in our life, and it is the duty of each and every one of us to think about ourselves and think about our society that we live in. So it is the duty and each of every one of us to raise our voice, to talk about our concerns, and to be empathetic and gentle with each other. So one of the distinctions To fail words, it always should be followed with the right actions. This can be for the government, this can be for individuals, this can be for teachers, whoever it might be. For failed words, we need to have the right actions. For failed words, we need to have dignified actions. So once again, thank you for listening. Thank you for your time. Thank you. Social media, good media like Instagram, YouTube, Twitter, WhatsApp, whatever it is. And maybe there are different trend platforms like GPT, Gemini, whatever it is, we are able to communicate, we are able to share our ideas to the world. There are serious and we can get the grasp of all the global events. And what is the scenario behind this? The globalization and the industrialization. They both contribute so much that the world is now interconnected.
They have many opportunities, employment experience, etc. And you are also now developing. It is the country's quality to enunciate such a powerful scenario to the world, and the youth are able to use these opportunities. But let me ask a question. Are we all, with all these communication instruments or tools, able to articulate what they really What the teacher was trying to take the student to face? And what about a politician? When the youth see that their words are nothing, they do not keep their words, they stop looking up to them. They lose their patriotism and sometimes even become anti-nationalists. We have another examples where nationwide problems have been caused by the lack of the ability of people to keep their words. In the case of Russia and Ukraine war, Russia decided to join NATO when Bill Clinton was the president of USA. But the US did not allow this, and they said that no more nations from Europe would join the NATO. But this word was not meant. When words fail. So this can be interpreted in two different ways. One would be when you say something that you did not mean at the heat of the moment. Let me share a personal experience. So when I was around 16, 17 years old, I had an argument with my dad. And it was just about a small case. But that caused me to say something that I did not mean at all. And it has. സോ മാർത്തോമ കോളേജിൻ്റെ തിരുമുറ്റത്ത് ഇൻസ്റ്റാളേഷൻ എന്ന ഒരു കോമ്പറ്റീഷനാണ്. ഷെൽട്ടർ, അതാണ് തീം കൊടുത്തിരിക്കുന്നത്. ചൂടായിട്ടുള്ള കുറേ റോ മെറ്റീരിയൽസ് കൊടുക്കും. അത് വെച്ച് ഓരോ ടീമും അവരുടെ ഒരു പ്രസൻറ്റേഷൻ, അരമണിക്കൂറായിരിക്കും സമയം. സോ MG യൂണിവേഴ്സിറ്റിയിലെ ഫേമസ് ആയ കോളേജുകൾ എത്തിയിട്ടുണ്ട്. മാർത്തോമ കോളേജിൻ്റെ തിരുമുറ്റത്ത് യുവത്വത്തിൻ്റെ ക്രിയാത്മകതയുടെ നിമിഷങ്ങൾ. സർഗശേഷിയുടെ കണ്ടുപിടുത്തം പല പല മേഖലകളിലാണ്. ഇത് എഴുത്തുപുരകളാണ് ഇവിടെ. കഥാരചന, കവിതാരചന, ഉപന്യാസ രചന, അങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അറബിക്, അങ്ങനെ പല ഭാഷകളിൽ കുട്ടികളുടെ ചിന്താശക്തി എല്ലാവർക്കും പെർഫോം ചെയ്യാനൊക്കത്തില്ല. സ്റ്റേജ് പെർഫോമൻസ് അല്ല, ഇങ്ങനെ മാനവരാശിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബൗദ്ധിക ചിന്താഗതികളുടെ ഉജ്ജ്വല മനോഹര മത്സരങ്ങളാണ് യുവജനോത്സവ വേദികളിൽ നടക്കുന്നത്. പലതരം എഴുത്ത് മത്സരങ്ങൾ നടക്കുന്നു. എല്ലാത്തിനും ഇവിടെ വേദി ഒരുങ്ങിയിരിക്കുന്നു തിരുവല്ല മാർത്തോമ കോളേജിൽ. പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്. ചോളം, ഓ മൈ ഗുഡ്നസ്, ഇതെന്തോ ആലുവാണോ? ആലു, പൈനാപ്പിൾ, എല്ലാം വളരെ മാസ് കക്ഷികളാണ്. എന്തോ പേരെന്തോ, നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞേ? അച്യുതൻ. ഇവരൊക്കെ വലിയ കലാകാരന്മാരും ഒക്കെയാണ്. എന്തോ നിങ്ങൾ പാട്ട് പാടുന്നു, എന്തോ പരിപാടി? ഓർക്കസ്ട്രയാണ്. ഓ വെരി ഗുഡ്. അതുകൊണ്ട് ഇവര് എല്ലാവിധ ജോലിയും ചെയ്യുന്നവരാണ്, തൊഴിലിന്റെ മഹാത്മ്യം അറിയാവുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് they are doing a wonderful amazing job. So greetings to all. ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആണോ? മാർത്തോമ കോളേജിലെ സ്റ്റുഡൻസ് ആണോ? എന്തോ ഡിഗ്രി ഏത് ഇയറാ? സെക്കൻഡ് ഇയറാ. നല്ല അടിപൊളിയായിട്ട് പോന്നു. ഓക്കെ, വെരി ഗുഡ്.
ഇണയിമ കാഴ്ചകൾ തുടരുന്നു. വൈകിട്ട് 5 മണിയാകാറായിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഞാനിവിടെ ക്യാമറ അടക്കുകയാണ്. എന്നാൽ യുവത്വത്തിന്റെ ആഘോഷം രാത്രി മുഴുവനും ഉണ്ട്. ദിസ് ഈസ് മാത്യു കോശി signing off from Marthoma College Tiruvalla campus.